കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന 2 ടിപ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ 2 ടിപ്സും മോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒരുപാട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി എളുപ്പത്തിൽ തന്നെ കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഈ 2 ടിപ്സും നിങ്ങൾ 2 സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ഡേ മുതൽ നമ്മുടെ ഓവുലേഷൻ എന്നാണോ നടക്കുന്നത് ആ ഒരു ഡേ വരെ ഫോളോ ചെയ്യേണ്ട ടിപ്പും, അതിനുശേഷം നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് വരെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അടുത്തൊരു ടിപ്പിനെയും പറ്റിയിട്ടാണ്. നമ്മൾ സാധാരണ നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോഴേക്കും ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫുഡിൽ ശ്രദ്ധിക്കുന്നവരൊക്കെയുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ സഹായിക്കുന്ന പ്രഗ്നന്റ് ആകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടിപ്സാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള 2 എക്സസൈസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഞാൻ പറയുന്ന ആദ്യത്തെ എക്സസൈസ് നിങ്ങൾ ഓവുലേഷൻ വരെയും അടുത്ത എക്സസൈസ് നിങ്ങളുടെ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് വരെയുമാണ് ചെയ്യേണ്ടത്. ഇനി ഫെർട്ടിലിറ്റി എക്സസൈസുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എക്സസൈസുകൾ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആകും. എക്സസൈസുകൾ കൊണ്ട് മാത്രം പ്രഗ്നന്റ് ആകുന്ന ആളുകളും ഉണ്ട്. എന്താണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലോട്ട്, അതായത് നമ്മുടെ ഓവറീസ്, നമ്മുടെ യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, സെർവിക്സ്, വജൈന ഇങ്ങനെയുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ദേഹം അനങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദേഹമനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റങ്ങളിലോട്ടും അതുപോലെ തന്നെ മറ്റുള്ള ശരീര അവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ പോകുന്നതിന്റെ അളവ് കുറയുന്നു. രക്തയോട്ടം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. തലച്ചോറിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഓരോ അവയവങ്ങളുടെയും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അതിനെല്ലാത്തിനും വേണ്ടി സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. ഇതിനോടകം ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് നിജോസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സെലക്ട് ചെയ്തതിനു ശേഷം ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന 2 എക്സസൈസുകളിൽ ഏറ്റവും ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സൂഫി റോൾസ് ആണ്. സൂഫി റോൾസ് എന്നാണ് ഈ ഒരു എക്സസൈസിന്റെ പേര് കേട്ടോ. ഇതൊരു യോഗ പോസ് ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഓവുലേഷൻ വരെയുള്ള ദിവസങ്ങളിലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലോ യോഗ മാറ്റിലോ നിങ്ങൾക്ക് നിലത്ത് ഇരിക്കാവുന്നതാണ്. ബെഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കാല് ചമ്രം പടിഞ്ഞ് നമ്മൾ ഇരിക്കുക എന്ന് പറയില്ലേ, അതായത് നമ്മുടെ കാല് ക്രോസ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കുക. അതിനുശേഷം ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ ബോഡി, അതായത് നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു അരയ്ക്ക് കീഴ്പോട്ടുള്ള ബോഡി ഉണ്ടല്ലോ, ആ ബോഡി നമ്മൾ ചലിപ്പിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആഞ്ഞ് പുറകോട്ട് ആ പൊസിഷനിൽ വരിക. നിങ്ങൾക്ക് സംശയം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇമേജ് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ബെഡിലാണെങ്കിലും ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലാണെങ്കിലും ചമ്രം പടിഞ്ഞ് നമ്മൾ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ബോഡി ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ചലിപ്പിച്ച് അതൊന്ന് നിർത്തി പിന്നെയും അതേ പൊസിഷനിൽ തന്നെ നമ്മൾ ചലിപ്പിച്ച് നിർത്തുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 കൈകളും നമ്മുടെ ആ ഒരു തൊടയുടെ ഭാഗത്തായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യുക കേട്ടോ. കൈ അതിനനുസരിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് കൈ ടൈറ്റ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ അവിടെ തൊടയുടെ അവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോഡി മാത്രം നമ്മൾ ചലിപ്പിക്കുക. ഇതിനനുസരിച്ച് നമ്മൾ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കൃത്യമായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഈ ഒരു എക്സസൈസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ അടിവയറിന്റെ ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് സ്റ്റിമുലേറ്റ് ആവുന്നു. അടിവയറിന്റെ ഭാഗത്താണ് നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കുന്നതിന് മുൻപൊക്കെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കണം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഡ്രിങ്ക്സോ
നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഇരട്ടിയായിട്ട് കിട്ടുന്നതിന് ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമ്മളുടെ അണ്ടാശയങ്ങളും കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുകയും മൂപ്പെത്തി അത് നാച്ചുറൽ ആയിട്ട് പൊട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് എത്തുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അതിന്റെ തിക്നെസ് നല്ലതുപോലെ ഉണ്ടാകുന്നതിനും അത് സഹായിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കാൻ സഹായിക്കുകയാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ബീജസങ്കലനം നടക്കുന്നത്, അതായത് അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത്. ഈ സമയത്ത് ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് സ്പേമിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വരികയും ബീജസങ്കലനം നടക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നു. അതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ദിവസം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യണമെന്നില്ല, കാരണം നിങ്ങൾ ഫിസിക്കലി കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് എക്സസൈസുകൾ മാത്രം ചെയ്യാവുന്നതാണ് കേട്ടോ. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ ഡേറ്റ് എന്നാണോ ആ ദിവസം വരെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഓവുലേഷൻ ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാക്ട് ആയിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ദിചൂസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ പോയിട്ട് ആ പ്ലേലിസ്റ്റ് നോക്കുക. ദിചൂസ് വേൾഡ് പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് കണ്ടുപിടിച്ച് ഓവുലേഷൻ ഡേറ്റ് വരെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക. ഇനി രണ്ടാമത്തെ എക്സസൈസ്, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന, ഇംപ്ലാന്റേഷൻ ഏറ്റവും എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്ന എക്സസൈസ്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് സുപ്ത ബദ്ധകോണാസന, അതായത് റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ്. റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദിചൂസ് വേൾഡ് റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് നിന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ ഒന്നുകിൽ യോഗ മാറ്റിൽ വിരിച്ചിട്ട് നിങ്ങൾ നിലത്ത് കിടക്കുക, അല്ലെങ്കിൽ ഒരു പായ ആയാലും മതി കേട്ടോ. നിങ്ങൾ വിരിച്ചിട്ട് നിങ്ങൾ നിലത്ത് കിടക്കുക. ബെഡിലാണെങ്കിൽ നിങ്ങൾ ബെഡിൽ കിടക്കുക, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കുക. കിടന്നതിന് ശേഷം നമ്മുടെ 2 കാൽപാദങ്ങളും കൂടി കൂട്ടിമുട്ടിച്ച് നമ്മളൊരു ഒരു ട്രയാങ്കിൾ പോലുള്ളൊരു ഷേപ്പില്, ആ ഒരു ഷേപ്പില് നിങ്ങളുടെ കാല് നിങ്ങൾ കൂട്ടിമുട്ടിച്ച് വെക്കുക. ആ ഒരു പോസിൽ കുറച്ചു നേരം നിങ്ങൾ അങ്ങോട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ കിടന്നതിന് ശേഷം ആ 2 പാദങ്ങളും കൂടി ചേർത്ത് മുട്ടിച്ച് വെക്കുക. നമ്മൾ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും കാൽപാദങ്ങൾ മുട്ടിച്ചു വെക്കില്ലേ, അതുപോലെ നിങ്ങളിത് ചെയ്താൽ മതി. ബട്ടർഫ്ലൈ എക്സസൈസ് നമ്മൾ 2 കാലുകളും അനക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസിൽ നമ്മൾ പാദങ്ങൾ അനക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പോസിൽ നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ട് കിടന്നാൽ മതിയായിരിക്കും കേട്ടോ. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ശരീരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ പെൽവിസിന്റെ ആ ഭാഗത്തോട്ടുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ വജൈനയുടെ ആ ഒരു ഓപ്പണിംഗ്, ആ ഒരു ഏരിയയ്ക്ക് ഒന്ന് സ്ട്രെച്ച് ആകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു രീതിക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൽവിസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തോട്ടും നമ്മുടെ പെൽവിസിന്റെ ഭാഗത്തോട്ടും കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ ഒന്ന് നറീഷ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നത് പോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡിന്റെയും മറ്റു വിറ്റമിൻസിന്റെയും മെഡിസിൻസ് പലരും എടുക്കാറുണ്ട്. ഇതിന്റെ ഗുണങ്ങളൊക്കെ ശരീരത്തിലോട്ട് കൃത്യമായിട്ട് എത്തണമെങ്കിൽ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടാവണം. അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് കേട്ടോ. നിങ്ങൾ റിലാക്സ്ഡ് ആയി കിടന്നിട്ട് നിങ്ങൾ ഒരു കാര്യവും ആലോചിക്കാതെ സ്ട്രെസ്ഡ് ആവാതെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആക്കി വെച്ച്, അതായത് നമ്മൾ ടെൻഷനിലാണെങ്കിൽ, നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് കിടക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ധാരാളമായിട്ട് സ്പീഡിൽ അങ്ങോട്ട് ഇരിക്കും. അതൊന്നും ചെയ്യാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ കിടന്ന് കാൽപാദങ്ങൾ 2 ജോയിൻ ആക്കി വെച്ച് ഈ ഒരു എക്സസൈസ് ചെയ്യുക കേട്ടോ.
ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു എക്സസൈസ് ആണത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബ്രീത്തും ചെയ്യുക. ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ, ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ഒരു എക്സസൈസും കൃത്യമായിട്ട് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിനുകൾ എടുക്കുന്നവരാണെങ്കിലോ IUI ചെയ്യുന്നവരാണെങ്കിലോ IVF ചെയ്യുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ചിലർക്കൊക്കെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാനായിട്ട് പേടിയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കാൽപാദം ഇട്ട് അനക്കുമ്പോഴേക്കും പലരും വിചാരിക്കും ഇനി ഇംപ്ലാന്റേഷൻ അങ്ങനെ ഫെയിൽ ആയി പോകുമോ, കാരണം ലോവർ അബ്ഡമൻ ഭാഗത്തല്ലേ പ്രഷർ വരുന്നത്, അങ്ങനെ പലരും വിചാരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണ് ഈ ഒരു എക്സസൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെ റെഫറൻസ് ഇമേജ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. ഈ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചെയ്യുന്ന റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് നിങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് നിങ്ങൾ ഫ്രീ ആവുന്നുണ്ടോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടെൻഷൻ ആവുമ്പോഴേക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ സൈഡിൽ പ്ലേ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് അങ്ങോട്ട് കേട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഉണ്ണിവാവ തരുന്നതും ദൈവം തരുന്നതും മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഒരുപാട് പേര് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അവരുടെ IVF ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ടെൻഷൻ ആവുന്ന ആളുകളുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് ഈ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയെന്നറിയാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ലെങ്ത് കൂടുകയാണ്. അതിനനുസരിച്ച് എന്റെ വോയിസിന്റെ സ്പീഡ് കൂടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ഷമിക്കുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.